أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا إبراهيم رشده من قبل وكنا به عالمين إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون قالوا وجدنا آباءنا لها عابدين قال لقد كنتم أنتم وآباؤكم في ضلال مبين قالوا أجئتنا بالحق أم أنت من اللاعبين صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അംബിയായിലെ 51 മുതൽ 55 കൂടി 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ. വലഖദ് ആതൈന, തീർച്ചയായും നാം നൽകി, ഇബ്രാഹിം അലൈഹിസ്സലാമിന് റുശ്ദഹു, വിവേകം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാം വിവേകം അഥവാ തൻ്റെ ഇടം നൽകി. മിൻ ഖബ്ലു, ഇതിനു മുമ്പേ. വകുന്നാ ബിഹി ആലിമീൻ, തീർച്ചയായും നാം അദ്ദേഹത്തെ സംബന്ധിച്ച് അറിവുള്ളവനായിരുന്നു. വകുന്ന ബിഹി ആലിമീൻ, നാം അദ്ദേഹത്തെക്കുറിച്ച് അറിവുള്ളവനായിരുന്നു. ഇത് കാല, അദ്ദേഹം പറഞ്ഞ സന്ദർഭം, ലി അബീഹി, അദ്ദേഹത്തിൻ്റെ പിതാവിനോടും, വ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയോടും. അദ്ദേഹത്തിൻ്റെ പിതാവിനോടും അദ്ദേഹത്തിൻ്റെ ജനതയോടും അദ്ദേഹം പറഞ്ഞ സന്ദർഭം. മാ ഹാദിഹി തമാസീലു, എന്താണ് ഈ ബിംബങ്ങൾ, അല്ലത്തി, അതായത് അന്തും ലഹ ആക്കിഫൂൻ, നിങ്ങൾ അതിന് ഭജന ഇരുന്നു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പൂജിച്ചുകൊണ്ടേയിരിക്കുന്ന, നിങ്ങൾ ഭജന ഇരുന്നു കൊണ്ടേയിരിക്കുന്ന ഈ ബിംബങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിനോടും അദ്ദേഹത്തിൻ്റെ ജനതയോടും ചോദിച്ച സന്ദർഭം. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, വജദ്ന ആബാഅന, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ലഹ, അതിന്, ആബിദീൻ, ആരാധന നടത്തുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാർ അതിന് ആരാധന നടത്തുന്നത് കണ്ടിട്ടുണ്ട്. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഖദ് കുന്തും, തീർച്ചയായും നിങ്ങൾ, അന്തും, അതായത് നിങ്ങളും, വ ആബാവുക്കും, നിങ്ങളുടെ പിതാക്കന്മാരും, ഫി ളലാലി മുബീൻ, വ്യക്തമായ വഴികേടിലാണ്. തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. ഖാലു, അപ്പോൾ അവർ ചോദിച്ചു, അജിത്തന ബിൽ ഹഖ്, നീ സത്യവുമായി വന്നതാണോ? അജിത്തന, നീ വന്നതാണോ? ബിൽ ഹഖ്, സത്യവുമായിട്ട്. അം അന്ത മിനൽ ലായിബീൻ, അല്ലെങ്കിൽ നീ കളിയാക്കുകയാണോ, നീ തമാശയാക്കുകയാണോ എന്ന് അവരദ്ദേഹത്തോട് ചോദിച്ചു. ഇതിനു മുമ്പേ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഉദാഹരിച്ചു കൊടുത്തത്. ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. വലഖദ് ആതൈന ഇബ്രാഹിമ റുശ്ദഹു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ ഇടം നൽകി, വിവേകം നൽകി. മിൻ ഖബ്ലു, ഇതിനു മുമ്പ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വളരെ ചെറുപ്പം മുതൽ തന്നെ, പിതാവിനോടൊക്കെ സംസാരിച്ചു തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ശരിയായ തൻ്റെ ഇടവും ബോധവും ഉണ്ടായിരുന്നു.
ഇതിനു മുന്നേ എന്ന് പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മുന്നേ എന്ന നിലക്കാവാം. അതല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് അള്ളാഹു നേരിട്ട് സംഭാഷണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സംബന്ധിച്ച് മനസ്സിലാക്കിയതാവാം. അതുമല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്ന നിലക്കുമാകാം. ഏതായാലും തൻ്റെ ഇടമുള്ള അതേപോലെ തന്നെ വിവേകമുള്ള ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നേരത്തെ തന്നെ വിവേകമുണ്ടായിരുന്നു എന്ന് ഇതിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ കുന്നാബിഹി ആലിമീൻ, നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയായ ബോധ്യമുണ്ടായിരുന്നു, നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തത് എന്നർത്ഥം. ഇത് കാല ലി അബീഹി വ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ പിതാവിനോടും അദ്ദേഹത്തിൻ്റെ ജനതയോടും പറഞ്ഞ സന്ദർഭം. അദ്ദേഹം പ്രബോധനം നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനോട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനതയോട്. മാഹാദിഹി തമാഥീൽ, ഈ തിംസാല്, ഈ ബിംബങ്ങൾ, എന്താണ് ഇതിൻ്റെ അവസ്ഥ? അല്ലത്തി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ അതിന് ഭജന ഇരുന്നു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എന്താണ് ഇതിൻ്റെ അവസ്ഥ? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇതിന് ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇതിനെ പൂജിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആര് പറഞ്ഞിട്ടാണ്? അല്ലെ എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് അദ്ദേഹം സ്വന്തം പിതാവിനോട് ചോദിക്കുന്നു, അതുപോലെ തന്നെ ജനങ്ങളോടും ചോദിക്കുന്നു. പക്ഷെ അവർക്കതിന് മതിയായ കൃത്യമായ ഒരു ഉത്തരമില്ല. എന്താണ് ഈ ബിംബങ്ങളെ ആരാധിക്കാനുള്ള കാരണം എന്നുള്ളത് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കാനില്ല. അവർ പറയുന്നത് കാലു വജദ്ന ആബാന ലഹ ആബിദീൻ, ഞങ്ങളുടെ പിതാക്കന്മാർ, പ്രപിതാക്കന്മാർ, പിതാമഹന്മാർ അവരൊക്കെ ഇതിനെ ആരാധിക്കുന്നതാണ് ഞങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെ, അതുകൊണ്ട് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു. അല്ലാതെ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിക്കുക കണ്ടു, അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ ഇങ്ങനെ ആരാധനാ സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുള്ളതായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഇതിൻ്റെ അനുഭവം പറഞ്ഞതായിട്ട് ഒന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല എന്നർത്ഥം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാല ലഖദ് കുന്തും അൻതും വആബാഉക്കും ഫീ ളലാലിൻ മുബീൻ, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയാണെങ്കിൽ, കാരണം ഈ പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങൾ ആരാധന നടത്താൻ വിചാരിച്ചാൽ നിങ്ങൾ എന്നല്ല, നിങ്ങളും നിങ്ങളുടെ ഈ പിതാക്കന്മാരും ഒക്കെ തന്നെ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ്, നിങ്ങളൊക്കെ പഴച്ചുപോയി. കാരണം ആരാധ്യനായി സ്വീകരിക്കണമെങ്കിൽ ആരാധ്യൻ അവരുടെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിവുള്ളവനാവണം, അവരെ കാണുന്നവനാവണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കണം. അതേസമയം ഇവരാരാധിച്ചുകൊടുക്കുന്നത് ബിംബങ്ങളാവട്ടെ, അവർക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ, അവരുടെ മേലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, പക്ഷികൾ കാഷ്ടമിട്ടാൽ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ മുമ്പിൽ വെച്ച ആഹാര വസ്തുക്കളൊക്കെ മറ്റെന്തെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ അത് തടയാനോ അതിൽ നിന്ന് പിടിച്ചു വാങ്ങാനോ പോലും സാധ്യമല്ലാത്ത, ഒരാൾക്കും ഒരു ഉപദ്രവവും ഒരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ലാത്ത, വിളിച്ചാൽ വിളി കേൾക്കാത്ത അത്തരത്തിലൊരു കാര്യമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, നിങ്ങളുടെ പിതാക്കന്മാർ നടത്തിയതെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഒരുപോലെ പിഴച്ചു പോയ ആൾക്കാരാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് പറയാം. കാലു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഖദ് കുന്തും അൻതും വആബാഉക്കും ഫീ ളലാലിൻ മുബീൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ പഴച്ചു പോയവരാണ്. കാലു, അപ്പോൾ അവർ അദ്ദേഹത്തോട് പറയാണ്, ആ ജീത്തന ബിൽ ഹഖ്, നീ സത്യവുമായി വന്നതാണോ? നിനക്ക് വല്ല യാഥാർത്ഥ്യവും ഇത് സംബന്ധമായിട്ട് ഉണ്ടോ? ആ മന്തമില്ല ലായിബീൻ, അല്ലെങ്കിൽ നീ വല്ല കളിയുമാണോ, തമാശയാണോ ഇത്? യാഥാർത്ഥ്യവുമായിട്ട് വല്ല ബന്ധമുണ്ടോ നിൻ്റെ വരവിന് എന്ന് അദ്ദേഹത്തോട് ജനങ്ങൾ ചോദിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് അദ്ദേഹം അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയതെന്നും എന്തൊക്കെയാണ് പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞത് എന്നും ഒക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവിനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കും. അപ്പോൾ ഈ തരത്തിൽ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിട്ട് മറ്റുള്ളവയെ ആരാധിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അധികം ആളുകൾക്ക് ഒരു മറുപടി ഉണ്ടാവില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ പിതാമഹന്മാർ ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്, അവരൊക്കെ ഇതിനാണ് വചനം ഇരുന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളും അതങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ ഇവയിൽ നിന്ന് വല്ല കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഇവയെ ആരാധിച്ചാൽ ഇന്ന കാര്യങ്ങൾ കിട്ടും എന്നോ പറഞ്ഞു കൊടുക്കാൻ അവരാരും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പിഴച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിക്കുന്നത്
എൻ്റെ അടുത്ത് വല്ലതുണ്ടോ, യാഥാർത്ഥ്യമുണ്ടോ? ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരുടെ ശ്രദ്ധ തിരിക്കുന്നത് എന്നർത്ഥം. കാര്യങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അതനുസരിച്ചുകൊണ്ട് ജീവിതം നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും യഥാർത്ഥ വിശ്വാസികളായി നിലനിൽക്കാൻ സഹായിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.